അസ്സലാമലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖത്താണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ട് വണ്ടി നമ്പറും നമ്മുടെ ഡീറ്റെയിൽ അവിടെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ കയറിയേക്കണം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചങ്ങ് ഈ വഴി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ പറഞ്ഞ് നമുക്ക് ഈ വഴി തന്നെ പോവാം. കഴിഞ്ഞ തവണ നമ്മൾ അതിരപ്പള്ളിയിൽ വന്നപ്പോൾ ഏഴാറ്റുമുഖത്ത് വരാൻ പറ്റിയില്ല, സമയക്കുറവ് മൂലമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ദിവസം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഏഴാറ്റുമുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുമ്പൂർ മൊഴിക്ക് കിടക്കാനായിട്ടൊരു തൂക്കുപാലമുണ്ട്. 2015 ജൂണിലാണത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏഴാറ്റുമുഖത്ത് വരികയാണെങ്കിൽ അവിടുന്ന് നമുക്ക് തുമ്പൂർ മൊഴിക്ക് കിടക്കാനും തുമ്പൂർ മൊഴിയിൽ വരികയാണെങ്കിൽ ഏഴാറ്റുമുഖത്ത് കിടക്കാനുമായിട്ടാണ് ഈ ഒരു തൂക്കുപാലം.
അപ്പോൾ നമ്മൾ തുമ്പൂർ മൊഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി സിൽവർ സ്റ്റോമിലേക്ക് പോകണം. അപ്പോൾ അവിടെ സിൽവർ സ്റ്റോമിൽ സ്നോ പാർക്ക് ഉണ്ട്. സ്നോ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്നോ പാർക്കിൽ ചെന്നിട്ട് അവിടുത്തെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. സ്നോ എടുത്ത് ആരും മുഖത്തോ കണ്ണിലോ എറിയരുത്. മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. ബോഡിയിലൊന്നും വീഴുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉടൻ ഫ്രിഡ്ജിൽ കയറി നിന്നുകൊണ്ടാണ് ചാടരുത്. സ്നോ സ്റ്റോമിനകത്ത് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലം, വോമിറ്റിംഗ് ടെൻഡൻസി കട്ടെ അങ്ങനെ എന്ത് സഫോക്കേഷൻ തോന്നുവാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ഉള്ളതിൻ്റെ ഉള്ളിൽ നേവി ബ്ലൂ കളർ ജാക്കറ്റാണ് ധരിച്ചിരിക്കുന്നത്. പുറകിൽ ക്രൂവിൻ്റെ ഏരിയ ഉണ്ടാകും. അവരുടെ ഇൻഫോം ചെയ്യാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാവുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. റീ എൻട്രി അനുവദിക്കുന്നതല്ല. ഷോ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ജാക്കറ്റും കമ്പൂട്ടും ഗ്ലൗസും സ്നോ സ്റ്റോമിനകത്തോ ആൻറ്റി റൂമിലോ റിമൂവ് ചെയ്യരുത്. അപ്സ്റ്റെയറിലാണ് റിമൂവ് ചെയ്യുന്നത്. ഇവ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യുബിൾസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ സ്നോ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ.
നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മൊബൈൽ -10 ഡിഗ്രിയാണ്. അപ്പോൾ മൊബൈൽ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ കേടായി പോകും. അതുകൊണ്ട് അധികം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു യാത്ര നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.